ഇരിക്കുക. ഹല്ലേലൂയ. കരവേറ്റി പറഞ്ഞാലോ? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട ക്ലമന്റ് ബ്രദറെ, മറ്റ് ബ്രദർമാരെ, ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഈ എമ്മാനുവൽ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വന്ന് വചനം പങ്കുവയ്ക്കാൻ ഈശോ ഒരവസരം തന്നതിന് അതിന് ഉപകരണമാക്കി മാറ്റിയത് ഈ ക്ലമന്റ് ബ്രദറിനെയാണ്. ഞാൻ ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ ജോലി വച്ചിട്ടൊരു മെസ്സേജ് വരികയാണ്. അച്ഛാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാനിങ്ങനെ അച്ഛന് കൈകൊണ്ട് മെസ്സേജ് എഴുതി അയച്ച് ലൈബ്രറിയിലായതുകൊണ്ട് അച്ഛാ ഞാൻ പിന്നെ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു ഈശോ ആലോചിക്കുവാണെങ്കിൽ പോവാം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈശോ അതിനൊരു അനുവാദം തരികയാണ്. ആ അനുവാദം തന്ന കാര്യങ്ങളിൽ നിങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ശുശ്രൂഷയിൽ പ്രവേശിക്കാം. അതിങ്ങനെയാണ്. ഞാനിങ്ങനെ വെള്ളിയാഴ്ച ഇങ്ങനെ നമ്മൾ വൈകുന്നേര സപ്പർ ഞാൻ ഈ വിയ മന്ദാന ബന്ധുനാപ്രയിലേക്ക് പ്രത്യേകി മാരിസ്ത്രീകളുടെ കൂടെയാണ് താമസിക്കുന്നത്. ബ്രദർഹുഡാണ് അവര്. അപ്പൊ അവർക്ക് അഭിമാന ചെലുത്തുന്ന അച്ഛൻ വേണം. അപ്പൊ അങ്ങനെ എനിക്കൊരു സാധ്യത കിട്ടി. ഞാൻ അവിടെ താമസിച്ചിട്ട് വാനിച്ചെല്ലി കൊടുക്കുകയും അങ്ങനെ അവിടെ താമസിക്കുകയും പോയി പഠിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ചു വന്നിങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ എൻ്റെ ഒരു സുഹൃത്ത് UK AFC മിനിസ്ട്രിയിലെ ഒരു സന്നിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എന്തെങ്കിലും വിശേഷം? കഴിഞ്ഞ വെള്ളിയാഴ്ച ആരാധനയ്ക്ക് പോയായിരുന്നു. അത് വെള്ളിയാഴ്ച ആരാധനയ്ക്ക് പോയാലും നമ്മുടെ സന്നിച്ചിട്ട് പോയില്ല. അതെന്താണ് എല്ലാ അച്ഛന്മാരും ഓരോ സ്ഥലങ്ങളിലൂടെ പോയി, ഞാൻ മാത്രം ഉണ്ടായിരുന്നു പോയില്ല. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു, സഞ്ജിത ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് അറിയുന്ന അവിടെ ഇങ്ങനെ വചന പ്രഘോഷണം പറയാനുള്ള അവർ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ സഞ്ജിത പറഞ്ഞു, അച്ഛനത്തെ പോകാതെ എന്ന് ചോദിക്കുന്നു. അപ്പൊ സഞ്ജിതനോട് പറഞ്ഞു, സഞ്ജിത കട്ടി ഞാൻ ആദ്യം ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ട് എന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ ജ്യോതിഷനെ വിളിച്ചു ചോദിച്ചാൽ അച്ഛൻ അന്ന് പറഞ്ഞ സംഭവം ശരിയായോ അതോ ഇപ്പോഴും ആ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു. ജ്യോതിഷൻ പറഞ്ഞു, ഒരു മിനിറ്റ് അച്ഛൻ എന്ന് പറഞ്ഞു. അച്ഛൻ പേര് കട്ട് ചെയ്തു. ഈ ക്ലമന്റ് ബ്രദറിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് നമ്പർ എന്ന് പറഞ്ഞു. അവര് വേറെ ആരെ കിട്ടിയിട്ടില്ല, അച്ഛൻ കാത്തിരിക്കുകയാണ്. എന്നിട്ട് ജ്യോതിഷം പറയാണ്, അച്ഛാ അത് അച്ഛൻ്റെ പേര് വരച്ചിരിക്കുന്ന സാധനമാണ്, അതെങ്ങും പോകില്ല, അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒത്തിരി സന്തോഷം, വചനം പറയുന്ന കാര്യമില്ല, നമുക്ക് പോയി പറയാച്ചാ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഈ ക്ലമന്റ് ബ്രദറിനെ ഉടനെ തന്നെ വിളിച്ചു. അപ്പൊ ക്ലമന്റ് ബ്രദർ വളരെ സ്നേഹത്തോടു കൂടി എന്നെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തു. ഇന്നിങ്ങനെ വഴിക്ക് അയച്ചതൊന്നും ആരോട് ചോദിക്കാതെ തന്നെ ഞാൻ ഇവിടെ കൃത്യമായിട്ട് എത്താനായിട്ടൊക്കെ സാധിച്ചു. അങ്ങനെ ഒരു വഴികാട്ടിയായി മാലാഖയായി മാറി ഇവിടെ വരാനായിട്ട് സാധിച്ചു. നമുക്കത് ഈശോയുടെ ഇടപെടലായിട്ട് ഞാൻ കാണുകയാണ്. വചനം പറയുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഭയങ്കര വാക്ചാതുര്യമുള്ള ഒരു വചനപ്രഘോഷകനൊന്നുമല്ല. പക്ഷെ എവിടെയെങ്കിലും ഒരു വചനം പറയാൻ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നാട്ടിലാണെങ്കിലും ശരി, നാടിന് പുറത്താണെങ്കിലും ശരി, ഞാൻ പോകാറുണ്ട്. കാരണം അതൊരു വലിയൊരു ആനന്ദമാണ് ഈ വചനം പറയുക എന്ന് പറയുന്നത്. അത് പറയുന്നതിന്റെ മാധുര്യം കൊണ്ടല്ലല്ലോ വചനം പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. നമ്മൾ വചനം പറയുക എന്നുള്ളത് വിതയ്ക്കുന്നവൻ പൊക്കമുള്ളവരാണോ പൊക്കമില്ലാത്തവനാണോ, അവന് കൈ വലുതാണോ ചെറുതാണോ ദൈവം നോക്കാനില്ല. അത് വിതച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പിന്നെ ദൈവമാണ് മുളപ്പിക്കുന്നു, അതിനെ വളർത്തുന്നു. അതിനെ 100 മേനി 70 മേനി അങ്ങനെ മേനികളും നൽകുന്നത് ആരാണ്? ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് ഞാൻ പൗലോസ്ലീഹായോട് പറയുകയാണ്, ഞാൻ അത്ര വാക്ചാതുര്യമുള്ള ഒരു പ്രാസംഗികനല്ല, വചന പ്രഘോഷകനല്ല. പക്ഷെ ദൈവം പ്രവർത്തിക്കുമെന്നതിന് യാതൊരു സംശയവും. വചനം സ്വീകരിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടില്ല എന്നുള്ളതാണ് എനിക്ക് ഇന്നേ വരെ കിട്ടിയിരിക്കുന്ന ഒരു അനുഭവം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും പറഞ്ഞു, നമുക്ക് ഇനി വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അല്ലേ? നമ്മുടെ ആമുഖ വചനമായിട്ട് ഈശോ നിങ്ങളോട് പറയാനായിട്ട് ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈശോ പറഞ്ഞൊരു കാര്യം ഇതാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന വചനമാണ്. അതെങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. നമുക്ക് കരവേറ്റി പറഞ്ഞാലോ? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ പക്കലേക്ക് വരും. ഹല്ലേലൂയ. ഈശോ പറയുന്ന ഒരു വചനം, ഈശോ പറയുന്ന നല്ലൊരു വാഗ്ദാനം. അതായത് മാമോദിസ സ്വീകരിച്ച് യേശുവിന്റെ ഭൗതിക ശരീരം, യേശുവിന്റെ ശരീരത്തിലെ അവയവമായിട്ടുള്ള മനുഷ്യരാണ് നമ്മളൊക്കെ. മാമോദിസ എന്ന കൂടാശ സ്വീകരിക്കുമ്പോൾ എന്റെ കയ്യിൽ 5 വിരൽ, ഈ കയ്യിൽ 5 വിരലുണ്ട്. ഇതിലെ വിരൽ പോലെ അല്ലെങ്കിൽ
നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവം പോലെ ഈശോയുടെ ശരീരത്തിലെ അവയവമായി മാറിയ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമ്മൾ ഈ കാര്യം നമ്മൾ മറന്നു പോകുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത്, നമുക്ക് വിഷമം ഉണ്ടാകുന്നത്, നമുക്ക് ഉത്കണ്ഠ ഉണ്ടാകുന്നത്, നമുക്ക് ആകുലത ഉണ്ടാകുന്നത്, നമുക്ക് അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വ്യത്യസ്തങ്ങളായ ഈ ഏടാപുരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ഈശോ നമുക്ക് നൽകുന്ന ഒരു തുറവീനാണ്. അപ്പൊ നമ്മൾ ഈശോയുടെ ശരീരത്തിലെ ഒരു അവയവമാണ്, ഈശോയുടെ ശരീരത്തിലെ ഒരു കോശമാണ് എന്നുള്ള ചിന്ത നമ്മൾ നഷ്ടപ്പെടുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ പെട്ടെന്ന് അസ്വസ്ഥരായി പോകുന്നത്, പെട്ടെന്ന് പതറി പോകുന്നത്, പെട്ടെന്ന് സങ്കടപ്പെട്ടു പോകുന്നത്, പെട്ടെന്ന് ആകുലപ്പെട്ടു പോകുന്നത്, വഴക്കടിച്ചു പോകുന്നത്, കുറ്റം പറഞ്ഞു പോകുന്നത് ഒക്കെ എന്തുകൊണ്ടാണ്? നമ്മൾ ഈശോയുടെ ശരീരത്തിലെ ഒരു കോശമാണ്, ഒരു സെല്ലാണ്, അല്ലെങ്കിൽ ഒരു അവയവമാണ് എന്ന് നമ്മൾ മറന്നു പോകുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരെ നോക്കിയിട്ട് ഈശോയെ കാണുമ്പോൾ ഈ മക്കൾ ഇങ്ങനെ ഈശോയുടെ ശരീരത്തിലെ അവയവമാണെന്നുള്ള ചിന്തയില്ലാണ്ട് ഇങ്ങനെ നടക്കണം. ഈശോയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ മനുഷ്യരെ നോക്കിക്കൊണ്ട് ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക്, ഞാൻ നിങ്ങളുടെ പക്കലേക്ക് വരും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ പക്കലേക്ക് വരും. ഇപ്പൊ എന്നെ അച്ഛനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ കുറെ പേരുണ്ട്. അവരോട് ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങളുടെ പക്കലേക്ക് വരും. നമുക്ക് 100 പ്രശ്നങ്ങളുണ്ട്, അല്ലേ? 100 പ്രശ്നങ്ങളുണ്ട്. ശരിയാണ്. നമ്മൾ ഇറ്റലിയിൽ വന്നിട്ട് റോമിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യരുണ്ട്, പലതരത്തിലുള്ള ജോലികൾ